മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ വാർത്താ കാർഡുകൾ മെറ്റ നീക്കം ചെയ്തതിൽ മാധ്യമങ്ങളെ കൈയൊഴിഞ്ഞ് മുഖ്യമന്ത്രി. തനിക്ക് മെറ്റയിൽ സ്വാധീനമില്ലെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ മാധ്യമങ്ങൾ ഇതിനെതിരെ പരാതിപ്പെടൂ എന്ന ഉപദേശമാണ് നൽകിയത്. വന്ദേമാതര വിഷയത്തിൽ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി വിഷയത്തിൽ സർക്കാർ നിലപാടും വ്യക്തമാക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ, സർക്കാരിനെതിരായ വിമർശനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന കൈരളി ന്യൂസിന്റേതുൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമ വാർത്താ കാർഡുകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മെറ്റ നീക്കം ചെയ്തത്. ഇതിൽ ഒരു സർക്കാർ എന്ന നിലയിലുള്ള അടിയന്തര ഇടപെടലാണ് മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഉപദേശമാകട്ടെ, നിങ്ങൾ പരാതി നൽകൂ എന്നതായിരുന്നു. നിങ്ങൾ കൂടി വേണം, നിങ്ങൾ നീക്കം ചെയ്ത ആളുകൾ പരാതി കൊടുക്കണം. കാരണം നിങ്ങളാണ് അഗ്രീവ്ഡ് പാർട്ടി. ഇത് നീക്കം ചെയ്ത സ്ഥാപനങ്ങളാണ്. അവർ പരാതി കൊടുക്കണം. അവർ പരാതി കൊടുത്താലേ നിലനിൽക്കുള്ളൂ. നമ്മൾ അതിന് പിന്തുണ കൊടുക്കുക. എനിക്ക് മെറ്റയിൽ അത്തരത്തിലൊരു സ്വാധീനമുണ്ട് എന്ന് കരുതുന്നുണ്ടോ എന്ന പരിഹാസവും. ഞാനൊരു ഭയങ്കര സംഭവം എനിക്ക് തോന്നുന്നത്, വാർത്തയൊക്കെ വായിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡറെ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണത് പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നതിന് നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ്. വന്ദേമാതരം സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ വ്യക്തത വരുത്തുന്നതിന് പകരം ആ ഉത്തരവിനെ ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചീഫ് സെക്രട്ടറിയുടെ കത്തൊന്ന് വായിച്ചു നോക്കും. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. അത്രയല്ല, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്. സർക്കാരിന് അതിൻ്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDFന് അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 അധികം ദിവസമില്ലല്ലോ, അപ്പോൾ മനസ്സിലാവും. ഓഗസ്റ്റ് 15 സംസ്ഥാനത്തെ സ്കൂളുകളിൽ വന്ദേമാതരം മുഴുവൻ ചൊല്ലുമോ എന്നതിൽ ഒരു നിലപാട് വ്യക്തമാക്കാനും മുഖ്യമന്ത്രി തയ്യാറായില്ല. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും പൊതുവിദ്യാഭ്യാസ മന്ത്രിയും രണ്ട് നിലപാടുകളാണ് സ്വീകരിച്ചത് എന്നതും വിഷയത്തിലെ സർക്കാരിനുള്ളിലെ ആശയക്കുഴപ്പം പുറത്തു കാണിക്കുന്നതായി. PMAY പ്രകാരം വീട് വയ്ക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പാലിച്ച് ലോഗോ വെച്ച് മുന്നോട്ടു പോകാനുള്ള വിവാദ തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭായോഗം കൈക്കൊണ്ടിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുമ്പോൾ അവരുടെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്ന നടപടി കൂടിയാണ് സർക്കാരിന്റേത് എന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.